ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ഏത് കഥാപാത്രം പറയാൻ പറ്റും? എല്ലാം നമ്മുടെയാണ് കേട്ടോ. എങ്കിലും നേരത്തെ ആൻസർ പാടില്ല, അച്ഛനും അമ്മയും എന്നുള്ള ആൻസർ പാടില്ല. കൃത്യ ആൻസർ വേണം എനിക്ക്. കൃത്യ ആൻസർ വേണം. ഓക്കെ, ആകാശഗംഗ. ബിക്കോസ് നമ്മൾ സൂപ്പർ നാച്ചുറൽ ആണല്ലോ, ഹാർഡ് ടു എന്താ പറയുക, നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത കാര്യമാണല്ലോ നമ്മൾ ഈ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രണ്ട് തരം വിശ്വാസമുള്ള കാര്യമാണല്ലോ, പ്രേതം ഉണ്ടെന്നും പ്രേതമില്ല, ആത്മാവുണ്ട് ഇല്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഈവിൾ പവർ അതൊക്കെ കൊണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം ഞാൻ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഇതിപ്പം നമ്മൾ പിന്നീട് ലൈഫിൽ ആലോചിക്കുമ്പോൾ അവയർനെസ് കൊണ്ട് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റണമെന്നേ ഉള്ളൂ. അന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. ഈ ആകാശഗംഗ 2 കാണിച്ചു പോകുന്നുണ്ട്. ആകാശഗംഗ 2 ഞാൻ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. വിനയ് സാറിന്റെ സിനിമയിൽ ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2 സെക്കൻഡ് പാർട്ടിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതില് ചേച്ചിയെ കാണിച്ചു പോകുന്നുള്ളൂ, പക്ഷെ അതിനകത്ത് അഭിനയിക്കില്ല, പഴയ സീനുകൾ ഓർമ്മപ്പെടുത്തി കൊണ്ടുപോകുന്നുള്ളൂ. ആകാശഗംഗ ഒരു വലിയ സിനിമയായിരുന്നു. ഒരു യക്ഷി കഥാപാത്രങ്ങൾ ഏത് രീതിക്കെന്നുള്ള ചിത്രീകരിച്ച സിനിമ 2ലേക്ക് വന്നപ്പോൾ സാങ്കല്പികമായി മാറുന്നു. ജീൻസ് ഇട്ട യക്ഷിയായി മാറുന്നു. അന്ന് വെള്ളയും ഇടുന്ന യക്ഷിയാണെങ്കിൽ അന്ന് ജീൻസ് ഇട്ട യക്ഷിയായി മാറുന്നു 2 വരുമ്പോൾ. അങ്ങനെ വ്യത്യാസം അതെല്ലാം ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കഥകൾ കേട്ട് വളരുന്നവരാണല്ലേ, യക്ഷിക്കഥകൾ കേട്ട് വളരുന്നതാണ്. ഇപ്പൊ യക്ഷിക്കഥകൾ പറയുന്ന മുത്തശ്ശിമാരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിയാൽ എങ്ങനെ ഉണ്ടാവും ചേച്ചിക്ക്? ആ കാലഘട്ടങ്ങൾ പഴയ മുത്തശ്ശി കഥകൾ കഥകളും കവിതകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അമ്പലങ്ങളുടെയൊക്കെ സജീവ സാന്നിധ്യമുള്ളൊരു ലൈഫായിരുന്നു എൻ്റെ. രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ തൊഴുത്, അച്ഛൻ്റെ കുടുംബക്ഷേത്രവും അമ്മയുടെ കുടുംബക്ഷേത്രവും, പിന്നെ എന്നും വൈകുന്നേരം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രാമായണം വായനയും അതൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ എനിക്കുണ്ടായിരിക്കുന്ന ഗുരുക്കന്മാരും ഒരുപാട് കഥകളിലൂടെ നൃത്തം പഠിപ്പിച്ചു തന്നിരിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് കഥകൾ വലിയ ഇഷ്ടമാണ്. എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങും വലിയ ഇഷ്ടമാണ്. അപ്പോൾ കഥയും കവിതയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ക വെജിറ്റേറിയൻ ആണല്ലേ? അതെ അല്ലേ? അതെ. എന്നിട്ടാണ് മറവത്തൂർ ചിക്കനൊക്കെ വിളമ്പി ചിക്കൻ വിളമ്പി അവര്. പക്ഷെ അത് ടേസ്റ്റ് ചെയ്യണ വല്ല സീനും എനിക്ക് വേണ്ടി മാറ്റിയോന്ന് എനിക്കറിയില്ല. പക്ഷെ വിളമ്പി. അതെ, പക്ക വെജിറ്റേറിയനായ ദിവ്യാവണ്യാണ് ചിക്കൻ വിളമ്പിയത്. അന്നൊക്കെ അത് ചെറിയൊരു, അന്ന് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിരുന്നു. 100% വലിയ. അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ, ഇപ്പോഴൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ചർച്ചയിലേക്കൊക്കെ വീണ്ടും കൊണ്ടുപോവുകയാണ്. ഞാനൊക്കെ ഒന്ന് യാത്ര ചെയ്യിക്കുകയാണ് ദിവ്യാവണ്യെ. ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ കൂടെയൊക്കെ അഭിനയം അല്ലേ? ലാലേട്ടനോടെ 2 സിനിമയാണ് തുടങ്ങി. ഒന്ന് അനിയത്തിയ, ഒന്ന് പറഞ്ഞപ്പോൾ വീട്ടില് നായികയായിട്ട് 2 സിനിമയാണ് അല്ലേ? അവർ തമ്മിലുള്ള എക്സ്പീരിയൻസ്, അന്നത്തെ കാലത്തെ എക്സ്പീരിയൻസ്, ഇന്ന് അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് ഉണ്ട്? എങ്ങനെയാണ് ദിവ്യാവണ്യയുടെ ഒരു യാത്ര? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ഉള്ളപ്പോഴത്തെ എന്താ പറയുക, കോമ്പിനേഷൻ സീനിൻ്റെ സമയത്തുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും തന്നെയാണ്. അല്ലെങ്കിലൊക്കെ നമ്മളൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോയിട്ട് തന്നെ 2ാമത്തെ സിനിമയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് വന്നിരിക്കണ. അപ്പോൾ അങ്ങനെ ലാലേട്ടനെയൊക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നമുക്ക് ആ കോൺഫിഡൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. അതെപ്പോഴെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അത്രയും മൈറ്റി ആയിട്ടുള്ള ആക്ടേഴ്സിന് മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ബിഗിനർ ആയിരിക്കുമല്ലോ. സോ അത് തന്നെയാണ് അന്നും ഇന്നും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ഇന്നും ഉണ്ട്, സ്റ്റാർ ഷോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കും അന്ന് കുറേ ഈ അമ്മയുടെ പ്രോഗ്രാം ക്യാമ്പുകൾ, അതൊക്കെ കുറേ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും റിഹേഴ്സൽസും അവർ കഥകൾ പറയുന്നതും ഗ്രൂപ്പായിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാവരും ഒന്നിച്ച് അങ്ങനത്തെയൊക്കെ കുറേ മൊമെന്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.